ചില ആളുകളെ കണ്ടുമുട്ടുമ്പോൾ അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്താ പറ്റിയത്? ആകെ ക്ഷീണിച്ചല്ലോ, മുഖമൊക്കെ ഒരുമാതിരി ആയിരിക്കുന്നല്ലോ. കണ്ടുമുട്ടിയതോടുകൂടി പറഞ്ഞ് നമ്മളങ്ങോട്ട് ക്ഷീണിപ്പിച്ച് മാനസികമായി തളർത്തി ഒടിച്ച് മുറിച്ച് കയ്യിൽ തരും. എന്നാൽ വേറെ ചില ആളുകളെ കണ്ടുമുട്ടുമ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ, ഉഷാറല്ലേ, ഒന്ന് മിനിങ്ങിയിട്ടുണ്ടല്ലോ, ആൾ ഉഷാറായിട്ടുണ്ടല്ലോ, എന്താ മുഖത്തിനൊക്കെ ഒരു തെളിച്ചം എന്ന് ചോദിച്ച് വളരെ പോസിറ്റീവായി നമ്മളോട് സംസാരിച്ച് നമ്മുടെ എനർജിയെ ബൂസ്റ്റ് ചെയ്ത് കയ്യിൽ തരുന്ന ആളുകളുണ്ട്. ആളുകളോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? നമ്മളോട് വളരെ നെഗറ്റീവായി മാത്രം സംസാരിക്കുന്ന നമ്മുടെ എനർജിയെ ചോർത്തിക്കളയുന്ന ആളുകളുടെ മുൻപിലേക്ക് പോകാൻ പലപ്പോഴും നമ്മൾ മടിക്കും. നേരെ മറിച്ച് വളരെ പോസിറ്റീവായി നമ്മളോട് ഇടപെടുകയും ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കി തരികയും ചെയ്യുന്ന ആളുകളെ പിന്നെയും പിന്നെയും കാണാൻ നമ്മൾ ആഗ്രഹിക്കും. ചില കുട്ടികളോട് ചോദിച്ചാൽ അവർ പറയും, ഇല്ല, ആ അമ്മായിയുടെ വീട്ടിലേക്ക് ഞാൻ പോവാറില്ല, കണ്ടാ നെഗറ്റീവ് പറയുള്ളൂ. ചിലപ്പോൾ ചോദിക്കും, നീ എന്താ ആകെ തടിച്ച് വീർത്തിരിക്കുന്നത്, നിന്റെ വീട്ടിലെ മൊത്തം നീയാണോ കഴിക്കല്? ചിലരോട് നേരെ തിരിച്ചായിരിക്കും ചോദിക്കുക, നീ ആകെ മെലിഞ്ഞ് പെൻസിൽ പോലെ ആയല്ലോ. എങ്ങനെയായാലും പോസിറ്റീവായി സംസാരിക്കാൻ ചില ആളുകൾക്ക് അറിയുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആളുകൾക്ക് സന്തോഷം നൽകുന്ന രീതിയിൽ അവരുടെ പോസിറ്റീവ്സ് കണ്ടെത്തി സംസാരിക്കുവാൻ സാധിക്കുക. വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ നല്ല വാക്ക് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബാക്കളെ കണ്ടുമുട്ടിയാൽ സിദ്ദീഖുൽ അക്ബറിനെ കണ്ടപ്പോൾ, അലി ബിൻ അബീ താലിബ് റളിയല്ലാഹുവിനെ കണ്ടപ്പോൾ, ഉസ്മാൻ റളിയല്ലാഹുവിനെ കണ്ടപ്പോൾ, ഖാലിദ് ബിൻ വലീദിനെ കണ്ടപ്പോൾ ഓരോരുത്തരും എത്ര പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത്. ഖാലിദ് ബിൻ വലീദിനെ സൈഫുല്ലാ എന്ന് പരിചയപ്പെടുത്തി, ഹംസ റളിയല്ലാഹു അൻഹുവിനെ അസദുല്ലാ എന്ന് പരിചയപ്പെടുത്തി. അഷജ് ബിൻ അബ്ദുൽ ഖൈസിനോട് പറഞ്ഞത്, നിന്നിലുള്ള ചില ഗുണങ്ങൾ അള്ളാഹുവിന് ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. അൽ ഹിൽമു വൽ അനാത്ത്, വിവേകവും അതേപോലെ തന്നെ അവധാനതയും. അങ്ങനെ ആളുകളിലെ പോസിറ്റീവ്സ് കണ്ടെത്തി അതിലൂടെ അവരെ മോട്ടിവേറ്റ് ചെയ്ത് സംസാരിച്ചാൽ ആ സംസാരം കേൾക്കാനും അവരെ കൂടെ ഇരിക്കാനും നമുക്ക് എത്ര സന്തോഷമായിരിക്കും. മറിച്ച് നെഗറ്റീവ്സ് മാത്രം സംസാരിക്കുന്ന ആളുകളിൽ നിന്ന് മാറി നിൽക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കുക. സാധാരണ പറയാറുണ്ട്, വിവേകി ആദ്യം ചിന്തിക്കും പിന്നെ സംസാരിക്കും, അവിവേകി ആദ്യം സംസാരിക്കും പിന്നെ ചിന്തിക്കും ഞാനിപ്പോൾ എന്താ പറഞ്ഞത് എന്നുള്ളത്. നാം ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും ആ വാക്കുകളിലൂടെ ആളുകളുടെ മനസ്സിലേക്ക് ഒരു ആറ്റം ബോംബിട്ട് അവനെ കൊല ചെയ്യാൻ നമുക്ക് സാധിക്കും. അതിന് പകരം സ്നേഹത്തിൻ്റെ തലോടലിലൂടെ ഒരാൾക്ക് ആത്മസംതൃപ്തി നൽകുവാനും നമുക്ക് സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോസിറ്റീവായിട്ടായിരുന്നു സംസാരിക്കാറുണ്ടായിരുന്നത്. അങ്ങനെയാണ് സംസാരിക്കാൻ നമ്മളോട് പഠിപ്പിച്ചത്. മോഡേൺ സൈക്കോളജി പോസിറ്റീവ് സ്ട്രോക്കിനെ കുറിച്ച് ആഴത്തിൽ പറയുന്നു. ആളുകളോട് പോസിറ്റീവായിട്ട് ഇടപെടുക, അതാണ് ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അത് തന്നെയാണ് മോഡേൺ സൈക്കോളജിയും പറയുന്നത്. അങ്ങനെ ആയിത്തീരുവാൻ വേണ്ടി നമ്മുടെ നാവിനെ നാം എമ്പാടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ നാവ് റസൂലുള്ള പറഞ്ഞതുപോലെ നമ്മുടെ സ്വർഗമാണ്, ചിലർക്ക് അത് നരകവുമായി മാറും. അള്ളാഹു സഹായിക്കുമാറാവട്ടെ.